ഹായ് ഫ്രണ്ട്സ്, ഞാൻ ഡോക്ടർ അശ്വതി ആകാശ്. ഇന്ന് നമുക്ക് ഫുഡ് ടെക്നോളജിയുടെ പുതിയൊരു ക്ലാസ്സിലേക്ക് പോകാം. പ്രിൻസിപ്പിൾസ് ഓഫ് ഫുഡ് പ്രിസർവേഷനിൽ വരുന്ന ഫ്രീസിംഗ് ആണ് ഇന്ന് നമ്മൾ നോക്കാനായിട്ട് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ നമുക്ക് സ്ലൈഡ്സിലേക്ക് പോകാം. അപ്പം നോർമലി നമ്മൾ ലോ ടെമ്പറേച്ചർ പ്രിസർവ് ചെയ്യുമ്പോൾ അവിടെ രണ്ട് രീതികൾ പറയുന്നുണ്ട്. ഒന്ന് റെഫ്രിജറേഷനും ഫ്രീസിങ്ങുമാണ്. ഈ റെഫ്രിജറേഷനും ഫ്രീസിങ്ങും തമ്മിലുള്ളൊരു ഡിഫറൻസ് എന്ന് പറയുന്നത് അതിൻ്റെ ടെമ്പറേച്ചറിൽ വരുന്ന ഡിഫറൻസ് മൂലമാണ്. നമ്മൾ നോർമലി ഫുഡ് സ്പോയിലിംഗ് ആയിട്ടുള്ള മൈക്രോ ഓർഗാനിസംസ് ഒരു 10 ഡിഗ്രി സെൽഷ്യസിൽ മുകളിലായിട്ടാണ് വളരുന്നത്. എന്നാൽ ഫുഡ് സ്പോയിലിംഗ് ആയിട്ടുള്ള സൈക്കോട്രോപിക് ഓർഗാനിസംസ് ഏകദേശം 3.3 ഡിഗ്രി സെൽഷ്യസിലാണ് വളരുന്നത്. ഏകദേശം ഒരു -9.5 ഡിഗ്രി സെൽഷ്യസിൽ അധികം മൈക്രോ ഓർഗാനിസംസ് വളരത്തില്ല. എന്നാൽ ഈ -9.5 ഡിഗ്രി സെൽഷ്യസിൽ മൈക്രോ ഓർഗാനിസംസ് എല്ലാം ഡിസ്ട്രക്റ്റ് ആകുന്നില്ല, പക്ഷെ അത് കൂടുതലായിട്ട് വളരുന്നില്ല എന്നേ ഉള്ളൂ. നമ്മുടെ ഹൗസ് ഹോൾഡിലും പിന്നെ കൊമേഴ്ഷ്യലി ആയിട്ടുള്ള റെഫ്രിജറേഷന് നമ്മൾ ഉപയോഗിക്കുന്ന ടെമ്പറേച്ചർ എന്ന് പറയുന്നത് 4.4 ഡിഗ്രി സെൽഷ്യസ് തൊട്ട് 7.2 ഡിഗ്രി സെൽഷ്യസ് വരെയാണ് നമ്മൾ ഉപയോഗിക്കുന്നത്. അതാണ് റെഫ്രിജറേഷനിലെ ടെമ്പറേച്ചർ, 4.4 തൊട്ട് 7.2 ഡിഗ്രി സെൽഷ്യസ്. ഇനി ഫ്രീസിംഗ് എന്ന് പറഞ്ഞാൽ എന്താണ്? ഫ്രീസിംഗ് എന്ന് പറയുന്നത് നല്ല ഐസ് കട്ടയായിട്ട് ഫുഡ് സൂക്ഷിക്കുന്നത്. Frozen storage refers to storage of food at temperature that maintain food in frozen condition. Pure water freezes at 0 degrees Celsius. Most food will not begin to freeze until -2 degrees Celsius or lower. For good freezing temperature of -18 degrees Celsius or below is required. അപ്പം നല്ല രീതിയിൽ ഐസ് കട്ടയായിട്ട് നമ്മൾ ഫുഡ് സൂക്ഷിക്കുന്നതാണ് ഫ്രീസിംഗ് എന്ന് പറയുന്നത്. അപ്പം നോർമലി വാട്ടർ ഫ്രീസ് ചെയ്യുന്നത് 0 ഡിഗ്രി സെൽഷ്യസിലാണ്. മിക്കുള്ള ഫുഡും ഒരു -2 ഡിഗ്രി സെൽഷ്യസിൽ എത്തിക്കഴിഞ്ഞതിന് ശേഷമേ അത് ഫ്രീസ് ആവാൻ തുടങ്ങത്തുള്ളൂ. അപ്പം നമ്മൾ നോർമലി ഫ്രീസിങ്ങിനായിട്ട് ഉപയോഗിക്കുന്ന ടെമ്പറേച്ചർ എന്ന് പറയുന്നത് -18 ഡിഗ്രി സെൽഷ്യസ് ആണ്. പിന്നെ ഫ്രീസിങ് നമ്മൾ ചെയ്ത് കഴിയുമ്പോഴത്തേക്ക് നമുക്ക് ആ ഫുഡ് നമുക്ക് മാസങ്ങളോ അല്ലെങ്കിൽ വർഷങ്ങളോളം വരെ നമുക്ക് പ്രിസർവ് ചെയ്യാൻ പറ്റും. എന്നാൽ റെഫ്രിജറേഷൻ അല്ലെങ്കിൽ ചിൽ സ്റ്റോറേജിലാണെങ്കിൽ നമുക്ക് കുറച്ച് ദിവസം തൊട്ട് ആഴ്ചകൾ വരെ നമുക്കത് പ്രിസർവ് ചെയ്യാനായിട്ട് പറ്റത്തുള്ളൂ. ഇനി അഡ്വാൻറ്റേജസ് ഓഫ് ഫ്രോസൺ ഫ്രൂട്ട്സ് ആൻഡ് വെജിറ്റബിൾസ്. ഇതിൻ്റെ അഡ്വാൻറ്റേജസ് നോക്കാം. ഇപ്പം നോർമലി നമ്മളൊരു ഫുഡ് ഫ്രോസൺ ചെയ്ത് കഴിഞ്ഞാൽ അത് അതിൻ്റെ കൗണ്ടർ പാർട്ടുമായിട്ട്, അതായത് ആ ഫ്രോസൺ അല്ലാത്ത പാർട്ടുമായിട്ട് അതിൻ്റെ ഫ്രഷ്നെസ്സിൽ വലിയ വ്യത്യാസം വരുന്നില്ല. Fresh vegetables and fruits closely resemble their frozen counterparts in freshness as enzymes are inactivated and microorganisms are under control. കാരണം ഈ ഫ്രോസൺ ഫുഡിൽ അവിടെയുള്ള എൻസൈംസ് ഇനാക്ടിവേറ്റ് ചെയ്യുന്നു, അതുപോലെ തന്നെ മൈക്രോ ഓർഗാനിസംസ് കുറവാണ്. പിന്നെ ടേസ്റ്റ്, ഫ്ലേവർ, കളർ ഓഫ് ഫ്രൂട്ട്സ് ആൻഡ് വെജിറ്റബിൾസ് ആർ പ്രിസർവ് ടു മാക്സിമം. അപ്പോൾ ടേസ്റ്റും ഫ്ലേവറും കളറും ഒക്കെ മാക്സിമം ഇവിടെ പ്രിസർവ് ചെയ്തിട്ടുണ്ട്. ഇതിൻ്റെ മാക്സിമം ന്യൂട്രിയൻസ് അവിടെ റിറ്റൻറ്റ് ചെയ്യാൻ നോക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ഇതിന് ന്യൂട്രീഷൻ വാല്യൂ കൂടുതലാണ്. പിന്നെ ഫ്രീസിങ്ങിൽ നമ്മൾ ഫ്രീസിങ് ഈസ് ബെസ്റ്റ് ഫോർ ഫ്രൂട്ട് ജ്യൂസസ് കണ്ടെയ്ൻ ആന്തോസയാനിൻ ആൻഡ് കരോട്ടിനോയിഡ് പിഗ്മെൻറ്റ്സ് സിൻസ് പിഗ്മെൻറ്റ് റിട്ടൻഷൻ ഈസ് മാക്സിമം. അപ്പോൾ നമ്മൾ ഫ്രൂട്ട് ജ്യൂസസിലൊക്കെ നമ്മൾ നോർമലി ഫ്രീസിങ് ആണ് ചെയ്യുന്നത്. ഈ ആന്തോസയാനിനും കരോട്ടിൻ പിഗ്മെൻറ്റ്സ് ഒക്കെ നമുക്ക് റീറ്റെയിൻ ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ ഫ്രീസിങ് ആണ് ചെയ്യുന്നത്. ഈ ആന്തോസയാനിൻസ് കൂടുതലായിട്ടുള്ളത് ഏതാ? ബ്ലൂബെറിയിൽ, റാസ്ബെറിയിലൊക്കെയാണ് ഈ ആന്തോസയാനിൻ പിഗ്മെൻറ്റ്സ് ഉള്ളത്. അപ്പം ഈ ഫ്രോസൺ ഫ്രൂട്ടിൻ്റെ അഡ്വാൻറ്റേജസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് അതിൻ്റെ ആ നോർമലി ഉള്ള ഫ്രോസൺ അല്ലാത്ത ആ നോർമൽ ഫ്രൂട്ട് പോലെ തന്നെ ഇരിക്കും. ഈ ഫ്രോസൺ ഫ്രൂട്ട് അതിലുള്ള എൻസൈംസിനെ കൂടുതലായിട്ട് ഇനാക്ടിവേറ്റ് ചെയ്തുകൊണ്ട്, അതുപോലെ തന്നെ ഇതിൻ്റെ ടേസ്റ്റും ഫ്ലേവറും കളറും ഒക്കെ നല്ല രീതിയിൽ പ്രിസർവ് ചെയ്തിരിക്കും. ന്യൂട്രീഷണൽ വാല്യൂ കൂടുതലാണ്, പിഗ്മെൻറ്റ്സിനെയും റിട്ടൻറ്റ് ചെയ്യുന്നു. ഇനി ഇതിൻ്റെ ഒരു ലിമിറ്റേഷൻ എന്ന് പറയുന്നത് ചില വാട്ടർ സോലുബിളായിട്ടുള്ള ന്യൂട്രിയൻസ് നമ്മൾ ഫ്രീസിങ് സമയത്ത് നഷ്ടപ്പെടും. കാരണം നമ്മൾ ഫ്രീസിങ് ചെയ്യുമ്പോൾ ഡയറക്റ്റ്ലി നമ്മൾ ഫുഡ് അങ്ങോട്ട് ഫ്രീസ് ചെയ്യുമല്ല, അതിന് കുറേ പ്രീ ഫ്രീസിങ് ആയിട്ടുള്ള ടെക്നിക്സുകളുണ്ട്. അതിൽ ഒന്നാണ് ഈ ബ്ലാഞ്ചിങ് എന്ന് പറയുന്നത്. അപ്പം ഈ ബ്ലാഞ്ചിങ് പോലുള്ള ഫ്രീസിങ് ട്രീറ്റ്മെൻറ്റ് ചെയ്യുമ്പോഴത്തേക്ക് അതിലുള്ള വാട്ടർ സോല്യൂബിളായിട്ടുള്ള ന്യൂട്രിയൻസ് നഷ്ടപ്പെടാനുള്ള ചാൻസസ് ഉണ്ട്. ഇനി ഫ്രീസിങ്ങിൻ്റെ രണ്ട് രീതികളാണ്.
ക്വിക്ക് ഫ്രീസിങ്ങും സ്ലോ ഫ്രീസിങ്ങും പറയുന്നത്. അപ്പോൾ ക്വിക്ക് ഫ്രീസിങ് എന്താണ്, ആ പേര് കേൾക്കുന്ന പോലെ തന്നെ പെട്ടെന്ന് തന്നെ ഫുഡ് ഫ്രീസ് ചെയ്യുന്നത്. അപ്പം ഈ ഐസ് ക്രിസ്റ്റൽസ് ഫോം ചെയ്യുന്നതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒരു 10 മിനിറ്റോ അല്ലെങ്കിൽ അതിൽ കുറവായിട്ട് സമയം കൊണ്ട് തന്നെ ഫുഡ് ഫ്രീസ് ആവുന്നു. ഇവിടെ ഉണ്ടാകുന്ന ഐസ് ക്രിസ്റ്റൽസ് എന്ന് പറയുന്നത് സ്മോൾ ഐസ് ക്രിസ്റ്റൽസ് ആണ് ഇവിടെ ഉണ്ടാകുന്നത്. അത് ഇതിൻ്റെ ഒരു സാലൻ്റ് ആയിട്ടുള്ള ഫീച്ചറാണ്. ക്വിക്ക് ഫ്രീസിങ് ഈസ് ഡിഫൈൻഡ് ആസ് ദ പ്രോസസ് where temperature of the food passes through zone of the ice crystal formation in 10 minutes or less. Here quick removal of water and small ice crystals are formed. അപ്പോൾ നമ്മൾ ഫുഡ് പ്രിസർവ് ചെയ്യുമ്പോൾ നമ്മൾ കൂടുതലായിട്ടും നമ്മൾ പ്രിഫർ ചെയ്യുന്നത് ഈ സ്മോൾ ഐസ് ക്രിസ്റ്റൽസ് ഫോം ചെയ്യാനാണ് നമ്മൾ കൂടുതലും ഏറ്റവും നല്ലത്. Slow freezing involves slow removal of water and process may take 3 to 72 hours. This also involves ice crystal formation which have more damaging effect on the texture. അപ്പം ഈ സ്ലോ ഫ്രീസിങ്ങിലാണെങ്കിൽ അത് ഒത്തിരി സമയം എടുത്ത് ചെയ്യുന്നതാണ്. അത് 3 to 72 hours വരെ എടുക്കുന്നു. അപ്പം ഇവിടെ ഉണ്ടാകുന്ന ഈ ഐസ് ക്രിസ്റ്റൽസ് അതിൻ്റെ ടെക്സ്ചറിനെയൊക്കെ ഡാമേജ് ചെയ്യുന്ന രീതിയിലായിരിക്കും സ്ലോ ഫ്രീസിങ്ങിൽ ഉണ്ടാകുന്നത്. അപ്പം ക്വിക്ക് ഫ്രീസിംഗ് ആണ് സ്ലോ ഫ്രീസിങ്ങിനെ കമ്പയർ ചെയ്യുമ്പോൾ കുറച്ചും കൂടി നല്ലതായിട്ടുള്ളത്. Advantages of quick freezing over slow freezing. Small ice crystals are formed and hence there is less mechanical destruction of the intact cell of food. അപ്പം സ്മോൾ ഐസ് ക്രിസ്റ്റൽസ് ആണ് അവിടെ ഉണ്ടാകുന്നത്. അപ്പം അതുകൊണ്ട് തന്നെ ഈ ഫുഡിലെ സെൽസിന് കുറച്ച് മാത്രമേ ഡിസ്ട്രക്ഷൻസ് സംഭവിക്കുന്നുള്ളൂ. അതുപോലെ തന്നെ ഈ മൈക്രോബിയൽ ഗ്രോത്തിനെ പെട്ടെന്ന് തന്നെ പ്രിവെൻറ്റ് ചെയ്യാൻ പറ്റുന്നുണ്ട്. Quick frozen food therefore are supposed to thaw to a condition more like that of original food than slow frozen food. അതായത് ഇപ്പം ഈ ക്വിക്ക് ഫ്രീസൺ ഫുഡ് നമ്മളത് ആ തണുപ്പ് മാറി അതിൻ്റെ ഐസ് കട്ട മാറ്റി കഴിയുമ്പോഴത്തേക്ക് ആ ഒറിജിനൽ ഫുഡ് പോലെ തന്നെ ഇരിക്കുന്നു. അപ്പോൾ അതുകൊണ്ട് തന്നെ ക്വിക്ക് ഫ്രോസൺ ഫുഡാണ് നമുക്ക് സ്ലോ ഫ്രീസിങ് ഫുഡിനേക്കാളും നല്ലതായിട്ടുള്ളത്. ഇനി ഞാൻ പറഞ്ഞു കുറച്ച് പ്രീ ട്രീറ്റ്മെൻറ്റ്സ് ഉണ്ട്. ഫ്രീസിങ് നമുക്ക് ഡയറക്റ്റ് എടുത്ത് ഫ്രീസറിലേക്ക് വെക്കുകയല്ല ചെയ്യുന്നത്. കുറച്ച് പ്രീ ട്രീറ്റ്മെൻറ്റ് ചെയ്തതിന് ശേഷമാണ് നമ്മൾ ഫ്രീസിങ്ങിലേക്ക് ചെയ്യുന്നത്. അപ്പോൾ അത് ഏതൊക്കെയാണെന്ന് നോക്കാം. ഫ്രൂട്ട്സ് ആൻഡ് വെജിറ്റബിൾസ് വിച്ച് ആർ നീഡഡ് ടു ബി ഫ്രോസൺ മസ്റ്റ് പ്രിസർവ് ദെയർ നാച്ചുറൽ കളർ, ഫ്ലേവർ ആൻഡ് ടെക്സ്ചർ, ഷുഡ് ബി ഫ്രീ ഫ്രം antioxidants, additives and also should retain their nutritive properties. So pre-treatments are done before freezing. ബ്ലാഞ്ചിങ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ നോർമലി ഫ്രീസിങ് അല്ലെങ്കിൽ ഡീഹൈഡ്രേഷൻ അല്ലെങ്കിൽ കാനിങ് പോലുള്ള ഫുഡ് പ്രിസർവേഷൻ ടെക്നിക്സ് ചെയ്യുന്നതിന് മുമ്പായിട്ട് ചെയ്യുന്ന ഒരു പ്രൊസീജിയറാണ് ബ്ലാഞ്ചിങ് എന്ന് പറയുന്നത്. അപ്പം നോർമലി ഇവിടെ ചെയ്യുന്നതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ ഫുഡ് കൂടുതൽ വെജിറ്റബിൾസ് ആയിരിക്കും. അപ്പോൾ ഈ വെജിറ്റബിൾസ് നല്ല തിളച്ച വെള്ളത്തിലേക്ക് ഡിപ്പ് ചെയ്യുന്നു. അതിനുശേഷം അപ്പം തന്നെ അത് വെള്ളത്തിൽ നിന്ന് മാറ്റിയിട്ട് അപ്പം തന്നെ നല്ല തണുത്ത വെള്ളത്തിലേക്ക് ഡിപ്പ് ചെയ്യുന്നു. അപ്പം ഇങ്ങനെ ചെയ്യുന്നത് വഴി അവിടുത്തെ എൻസൈംസ് ഇനാക്ടിവേറ്റഡ് ആവുന്നു. ഈ എൻസൈംസ് എന്ന് പറയുന്നത് പ്രോട്ടീൻസ് ആണെന്ന് അറിയാമല്ലോ. അപ്പം ഈ പ്രോട്ടീൻസിന് അവിടെ ഡീനേച്ചറേഷൻ സംഭവിക്കുന്നു. അപ്പോൾ ഡീനേച്ചറേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ പ്രോട്ടീൻ്റെ സ്ട്രക്ചറിന് അവിടെ ചേഞ്ചസ് സംഭവിക്കും. അതുമൂലം ആ എൻസൈം അവിടെ ഇനാക്ടിവേറ്റ് ആവുന്നു. ഓക്കെ, അപ്പം ഈ നല്ല രീതിയിൽ തിളച്ച വെള്ളത്തിൽ ഡിപ്പ് ചെയ്യുന്നു. അതിനുശേഷം കോൾഡ് വാട്ടറിൽ ഡിപ്പ് ചെയ്യുന്നു. അപ്പം ഇത് രണ്ട് രീതിയിലാണ് ചെയ്യുന്നത്. ഒന്നുകിൽ ഇമോഷൻ വഴി അല്ലെങ്കിൽ സ്റ്റീം വഴി. അപ്പോൾ നമുക്ക് നോക്കാം. ബ്ലാഞ്ചിങ് ഈസ് എ കോമൺ pre-treatment used for most vegetables that are to be frozen and ultimately cooked before use. It is also done prior to dehydration and canning. Its aim is to inactivate the enzyme responsible for deterioration of food. Inactivation is achieved by denaturing the proteins that would otherwise take part in reactions leading to deterioration. Enzyme inactivation preserves color, flavor and nutrition value. Blanching also removes pesticide residues and decreases the microbial load. അപ്പം ഈ ബ്ലാഞ്ചിങ് വഴി നമുക്ക് കളർ പ്രിസർവ് ചെയ്യുന്നു, ഫ്ലേവർ, ന്യൂട്രീഷൻ വാല്യൂ നമുക്ക് പ്രിസർവ് ചെയ്യുന്നു. അതുപോലെ തന്നെ പെസ്റ്റിസൈഡ്സിൻ്റെ റെസിഡ്യൂസ് എന്തെങ്കിലും ഉണ്ടെങ്കിൽ അതിനെ റിമൂവ് ചെയ്യുന്നു. അതോടൊപ്പം തന്നെ മൈക്രോബിയൽ ലോഡ് കുറയ്ക്കുന്നു. ഒത്തിരി എന്ന് പറയുന്നില്ല, ചെറിയ രീതിയിൽ മൈക്രോബിയൽ ലോഡും അവിടെ കുറയ്ക്കുന്നുണ്ട്. അപ്പം ഈ ബ്ലാഞ്ചിങ്ങിൽ രണ്ട് രീതിയിലാണ് നമ്മൾ ചെയ്യുന്നത്. അതാണ് ഇമോഷനും സ്റ്റീമിങ് എന്ന് പറയുന്നത്.
അപ്പം ഇമേർഷൻ എന്ന് പറയുന്നതാണ് നമ്മൾ ഈ തിളച്ച വെള്ളത്തിലേക്ക് ഫുഡ് അല്ലെങ്കിൽ വെജിറ്റബിൾസ് നല്ല രീതിയിൽ മുക്കി വെക്കുന്നു, അതിനുശേഷം നല്ല തണുത്ത വെള്ളത്തിലേക്ക് മുക്കുന്നത്. അപ്പം ഈ തിളച്ച വെള്ളത്തിലേക്ക് മുക്കും എന്ന് പറയുന്നില്ലേ, അപ്പം ആ വെള്ളത്തിൽ ചിലപ്പം ചില അഡിറ്റീവ്സ് കൂടെ നമ്മൾ ആഡ് ചെയ്യും. അപ്പം അങ്ങനെ ആഡ് ചെയ്യുന്ന അഡിറ്റീവ്സ് ആണ് സിട്രിക് ആസിഡ് അല്ലെങ്കിൽ ബൈസൾഫേറ്റ്. ഈ സിട്രിക് ആസിഡ് ഇങ്ങനെ ഈ വെള്ളത്തിലേക്ക് ആഡ് ചെയ്യുന്നത് വെച്ചിട്ടുണ്ടെങ്കിൽ അതിൻ്റെ ഈ pH കുറയ്ക്കാനും, അതുപോലെ തന്നെ ബൈസൾഫേറ്റ് ആഡ് ചെയ്യുന്നത് മഷ്റൂംസിനെ ബ്രൗണിങ്ങിൽ നിന്ന് പ്രിവെൻറ്റ് ചെയ്യാനും കോളിഫ്ലവറിൻ്റെ യെല്ലോയിങ്ങിലൊക്കെ പ്രിവെൻറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. ഇപ്പം ഈ ഇങ്ങനെ മുക്കിയതിന് ശേഷം നല്ല രീതിയിൽ ഈ ഫുഡ് നമ്മൾ തണുപ്പിക്കുകയും ചെയ്യുന്നു. Blanching is quickly followed by cooling stage. This is done by cooling the product under cold water to bring down its temperature. Rapid cooling avoids microbial growth on the exposed surface. ഇതാണ് ഇമേർഷൻ ബ്ലാഞ്ചിങ് എന്ന് പറയുന്നത്. സ്റ്റീം ബ്ലാഞ്ചിങ് എന്ന് പറയുമ്പോൾ സ്റ്റീമിൻ്റെ സഹായത്തോടെ നമ്മൾ ബ്ലാഞ്ച് ചെയ്യുന്നു. ഇപ്പം ബ്ലാഞ്ചിങ് ബൈ സ്റ്റീം ഹാസ് ദ അഡ്വാൻറ്റേജ് ഓഫ് മിനിമൈസിങ് ദ ലീച്ചിങ് ഔട്ട് ഓഫ് സോലുബിൾ മെറ്റീരിയൽസ്. അപ്പം ഈ നമ്മുടെ ഇമേർഷൻ ടെക്നിക്കിൽ ആണെങ്കിൽ നമ്മൾ വെള്ളത്തിൽ മുക്കി ചെയ്യുന്നതുകൊണ്ട് തന്നെ കുറേ വാട്ടർ സോലുബിൾ ആയിട്ടുള്ള മെറ്റീരിയൽസ് നമുക്കവിടെ നഷ്ടപ്പെടുന്നു. അപ്പം അത് നഷ്ടപ്പെടാതിരിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ സ്റ്റീമിങ് വഴി ബ്ലാഞ്ച് ചെയ്യുന്നത്. പക്ഷേ ഇതിൻ്റെ ഒരു ഡിസഡ്വാൻറ്റേജ് എന്ന് പറയുന്നത് ഇത് കുറച്ചുകൂടെ സമയമെടുക്കുന്നതാണ് സ്റ്റീം ബ്ലാഞ്ചിങ്. ഓക്കെ, അടുത്ത പ്രീ ട്രീറ്റ്മെൻ്റ് ആണ് ഡീഹൈഡ്രോ ഫ്രീസിങ്. അപ്പം ആ പേര് കേൾക്കുമ്പോൾ തന്നെ അതായത് ഡീഹൈഡ്രേഷൻ ഉണ്ടാക്കുന്നു. അതായത് ഫ്രീസിങ് ചെയ്യുന്നതിൻ്റെ മുന്നേ ആ ഫുഡിനെ അതിനകത്തുള്ള എക്സസ് വാട്ടർ കണ്ടന്റ് റിമൂവ് ചെയ്യുന്ന പ്രോസസ്സാണ് ഡീഹൈഡ്രോ ഫ്രീസിങ് എന്ന് പറയുന്നത്. Sometimes, depending upon the type of food and its final use of product, some moisture is removed from the food. This is partial dehydration. Partial dehydration is generally achieved by air drying. അപ്പോൾ നമ്മളിവിടെ എയർ ഡ്രൈയിങ് ആണ് യൂസ് ചെയ്യുന്നത്. അപ്പം ഇങ്ങനെ എയർ ഡ്രൈയിങ് ചെയ്യുന്നത് വഴി നമുക്ക് ഏകദേശം 50% ആ പ്രോഡക്റ്റിൻ്റെ വെയിറ്റ് നമുക്ക് കുറയ്ക്കാൻ പറ്റും. നോർമലി നമ്മൾ ഡീഹൈഡ്രോ ഫ്രീസിങ് ചെയ്യുന്നത് ആപ്പിൾ, പിയർ, പീച്ച്, സ്ട്രോബെറി പോലുള്ളതിലാണ് നമ്മൾ ഈ ഡീഹൈഡ്രോ ഫ്രീസിങ് ചെയ്യുന്നത്. എന്നാൽ ഈ ഡീഹൈഡ്രോ ഫ്രീസിങ് നമുക്ക് ചെയ്യാൻ പറ്റത്തില്ല കിവി, സ്ട്രോബെറി പോലുള്ളതിൽ നമ്മൾ ഇതല്ല ചെയ്യുന്നത്. നമ്മളിവിടെ ഓസ്മോട്ടിക് ഡീഹൈഡ്രേഷൻ ആണ് ചെയ്യുന്നത്. അപ്പം ഡീഹൈഡ്രോ ഫ്രീസിങ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഫ്രീസിങ്ങിന് മുൻപേ ഒരു ഡീഹൈഡ്രേഷൻ ഉണ്ടാക്കുന്നു. ഈ ഡീഹൈഡ്രേഷൻ ചെയ്യുന്നത് നമ്മൾ എയർ ഡ്രൈയിങ് വഴിയാണ്. ഇനി അടുത്ത മെത്തേഡാണ് ഓസ്മോട്ടിക് ഡീഹൈഡ്രേഷൻ. ഓസ്മോട്ടിക് ഡീഹൈഡ്രേഷൻ എന്താണ്? ഓസ്മോട്ടിക് എന്നുള്ള പേര് കേൾക്കുമ്പോൾ തന്നെ അറിയാം അവിടെ ഓസ്മോസിസ് സംഭവിക്കുന്നു. അതായത് ഹൈ കോൺസെൻട്രേഷൻ ഉള്ള ഒരു ഷുഗറിലോ അല്ലെങ്കിൽ സോൾട്ട് സൊല്യൂഷനിലേക്ക് നമ്മൾ ഫുഡ് മുക്കി വെക്കുന്നു. അപ്പോൾ എന്താണ് സംഭവിക്കുന്നത്? അവിടെ ഓസ്മോസിസ് സംഭവിക്കുന്നു. അതിൻ്റെ അകത്തുള്ള എക്സസ് വാട്ടർ കണ്ടന്റ് റിമൂവ് ചെയ്യുന്നത്. Conventional air drying can be substituted by or combined with osmotic dehydration as a pre-freezer treatment. It involves placing the solid food in solutions of high sugar or salt concentration, usually sucrose, corn starch syrup, used as osmotic solution. Placing food pieces in high osmotic solution leads to exosmosis and concentration of cytoplasmic content. Okay. ഇതാണ് അപ്പം ഓസ്മോട്ടിക് ഡീഹൈഡ്രേഷനിൽ ഒന്നുകിൽ ഷുഗർ സൊല്യൂഷനിലോ അല്ലെങ്കിൽ സോൾട്ട് സൊല്യൂഷനിലോ ഫുഡ് ഇൻസേർട്ട് ചെയ്യുന്നത്. ഇനി ഫ്രീസിങ്ങിൻ്റെ ടൈപ്സ്. ഇപ്പം മെയിൻലി 3 ടൈപ്സ് ആണ് പറയുന്നത്. ഇപ്പം നമ്മൾ ഈ പ്രീ ട്രീറ്റ്മെൻറ്റ് ചെയ്തതിന് ശേഷമാണ് നമ്മൾ ഫ്രീസിങ്ങിലേക്ക് കിടക്കുന്നത്. ഇപ്പം നമ്മൾ ഈ പറഞ്ഞ ബ്ലാഞ്ചിങ്ങും പിന്നെ ഈ ഓസ്മോട്ടിക് ഡീഹൈഡ്രേഷനും ഡീഹൈഡ്രോ ഫ്രീസിങ്ങും എല്ലാം പ്രീ ട്രീറ്റ്മെൻ്റ് ആണ്, ഫ്രീസിങ്ങിൻ്റെ പ്രീ ട്രീറ്റ്മെൻ്റ് ആയിരുന്നു. ഇനി വരുന്നതാണ് ടൈപ്സ്. അപ്പോൾ അതിലെ ആദ്യത്തെ ടൈപ്പാണ് എയർ ഫ്രീസിങ്. എയർ ഫ്രീസിങ്ങിന് തന്നെ 3 ടൈപ്സ് പറയുന്നുണ്ട്. സ്റ്റിൽ എയർ ഫ്രീസിങ് അല്ലെങ്കിൽ ഷാർപ്പ് എയർ ഫ്രീസിങ്, എയർ ബ്ലാസ്റ്റ് ഫ്രീസിങ്, ഫ്ലൂയിഡൈസ്ഡ് ബെഡ് ഫ്രീസർ. നമുക്ക് ഓരോന്നും നോക്കാം. സ്റ്റിൽ എയർ ഫ്രീസിങ് ഓർ ഷാർപ്പ് എയർ ഫ്രീസിങ്. അപ്പം ഇത് ഏറ്റവും പുരാതനമായിട്ടുള്ളതും ലീസ്റ്റ് എക്സ്പെൻസീവ് മെത്തേഡാണ്. ഇവിടെ നിന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒരു ഇൻസുലേറ്റഡ് ആയിട്ടുള്ള കോൾഡ് റൂമിൽ നമ്മുടെ ഫുഡ് ഒരു -23 ഡിഗ്രി സെൽഷ്യസ് ടു -30 ഡിഗ്രി സെൽഷ്യസിൽ മെയിൻറ്റെയിൻ ചെയ്യുന്നു. അതിലേക്ക് നമ്മൾ ഫുഡ് വെക്കുന്നു. ഇൻസുലേറ്റഡ് ആയിട്ടുള്ള കോൾഡ് റൂം, ആ റൂമിൻ്റെ ടെമ്പറേച്ചർ -23 ഡിഗ്രി സെൽഷ്യസ് തൊട്ട് -30 ഡിഗ്രി സെൽഷ്യസ് വരെയാണ്. അവിടേക്ക് ഫുഡ് വെക്കുന്നു. അതാണ് നമ്മൾ സ്റ്റിൽ എയർ ഫ്രീസിങ്. സ്റ്റിൽ എയർ ആയിരിക്കും അവിടെ സ്റ്റിൽ എയർ ഫ്രീസിങ് അല്ലെങ്കിൽ ഷാർപ്പ് എയർ ഫ്രീസിങ് എന്ന് പറയുന്നത്. ഓക്കെ, ഇറ്റ് ഈസ് സിമിലർ ടു ഫ്രീസിങ് കണ്ടീഷൻ ദാറ്റ് എക്സിസ്റ്റ് ഇൻ ഹോം ഫ്രീസർ. ഹോം ഫ്രീസറിലൊക്കെ ഉപയോഗിക്കുന്ന ഫ്രീസിങ്ങിന് സിമിലർ ആണ് ഇത്. അപ്പോൾ ഇതാണ് സ്റ്റിൽ എയർ ഫ്രീസിങ് അല്ലെങ്കിൽ ഷാർപ്പ് എയർ ഫ്രീസിങ് എന്ന് പറയുന്നത്.
ഇനി അടുത്തത് എയർ ബ്ലാസ്റ്റ് ഫ്രീസിങ്. ഇവിടുത്തെ ടെമ്പറേച്ചർ എന്ന് പറയുന്നത് -30 to -45 °C ആണ്. ഇവിടെ നിന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഫുഡ് ഒരു ഓപ്പൺ മെഷ്, ഒരു അരിപ്പ പോലുള്ള സാധനത്തിലേക്ക് വെക്കുന്നു, അതൊരു ടണലിലേക്ക് പോകുന്നു. അവിടെ മെയിൻറ്റെയിൻ ചെയ്യുന്ന ടെമ്പറേച്ചർ എന്ന് പറയുന്നത് -30 to -45 °C. എന്നിട്ട് നല്ല എയർ നല്ല വെലോസിറ്റിയിൽ അവിടെ മൂവ് ചെയ്യുന്നു. ആ എയറിൻ്റെ വെലോസിറ്റി എന്ന് പറയുന്നത് 10 to 15 m/s ഓവർ ഫുഡ്. അപ്പം ഇവിടെ ചെയ്യുന്നതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ food packages are carried on an open mesh belt through a tunnel through which temperature of -30 to -45 °C is forced at velocity of 10 to 15 m/s over food. മറ്റേവിടത്താണെങ്കിൽ ജസ്റ്റ് ഫുഡ് അവിടെ വെക്കുന്നതേ പറയുന്നുള്ളൂ. പക്ഷേ ഇവിടെ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഹൈ വെലോസിറ്റി എന്ന് പറഞ്ഞാൽ ഹൈ സ്പീഡിൽ എയർ അങ്ങനെ പാസ് ചെയ്യുന്നുണ്ട്. Today, along with food frozen as a single block in package, vegetables and other particulate items as shrimp are frozen individually. It is called individually quick frozen. അതിനെ IQF എന്ന് പറയുന്നുണ്ട്. അപ്പോൾ നമ്മൾ ഈ ഫുഡ് ഒരു പാക്കേജ് ആയിട്ട് മാത്രമല്ല, ജസ്റ്റ് ആ വെജിറ്റബിൾസ് അല്ലെങ്കിൽ കൊഞ്ച് പോലുള്ളതൊക്കെയാണെങ്കിൽ നമ്മൾ ഇൻഡിവിജ്വലി ഫ്രീസ് ചെയ്യുന്നുണ്ട്. അതിനെയാണ് നമ്മൾ ഇൻഡിവിജ്വൽ ക്വിക്ക് ഫ്രോസൺ ഫുഡ് എന്ന് പറയുന്നത്. അപ്പോൾ ഇത് ചെയ്തതിൻ്റെ ഒരു അഡ്വാൻറ്റേജ് എന്ന് പറഞ്ഞു വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്കിപ്പോൾ ഓരോ പീസായിട്ട് നമുക്ക് അതെടുത്ത് ഉപയോഗിക്കാം. കാരണം നമ്മൾ ഫുഡ് ഫ്രീസ് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ അത് മെൽറ്റ് ചെയ്തതിന് ശേഷമല്ലേ നമുക്കത് ഉപയോഗിക്കാൻ പറ്റത്തുള്ളൂ. അപ്പോൾ ഈ മൊത്തം ഫുഡ് കൂടെ ഒരുമിച്ച് നമ്മൾ ഫ്രോസൺ ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ അത് മൊത്തവും അതിൻ്റെ അകത്തുള്ള ഐസൊക്കെ എല്ലാം മാറ്റി കഴിഞ്ഞിട്ടേ നമുക്ക് യൂസ് ചെയ്യാൻ പറ്റത്തുള്ളൂ. പക്ഷേ നമ്മൾ ഓരോന്നും ഇൻഡിവിജ്വലായിട്ട് ഫ്രോസൺ ചെയ്യുവാണെന്നുണ്ടെങ്കിൽ നമുക്ക് പെട്ടെന്ന് തന്നെ യൂസ് ചെയ്യാൻ പറ്റും. The freezing process allows the formation of small crystals of ice inside the cell of the product in order to avoid cellular damage. അപ്പം ഈ ഇൻഡിവിജ്വൽ ക്വിക്ക് ഫ്രീസിംഗിൽ എന്താ നടക്കുന്നത് വെച്ചാൽ ചെറിയ ഐസ് ക്രിസ്റ്റൽസ് ആയിരിക്കും ഈ ഫുഡിൽ ഉണ്ടാകുന്നത്. The major advantage of IQF is that you need not unfreeze all the product. Only the required quantity can be taken out and stored. അപ്പോൾ നമുക്ക് ആവശ്യമുള്ളത് മാത്രം എടുത്ത് നമുക്ക് ഉപയോഗിക്കാൻ പറ്റും. അപ്പം ഈ എയർ ബ്ലാസ്റ്റ് ഫ്രീസിങ്ങിൽ ഹൈ വെലോസിറ്റിയിൽ എയറോടെ പാസ് ചെയ്യുന്നുണ്ടോ ഉള്ളതാണ് ഇവിടുത്തെ ഡിഫറൻസ് ആയിട്ട് പറയുന്നത്. പിന്നെ ഫ്രീസർ ബേൺ എന്ന് പറയുന്നത് അത് നമ്മുടെ എയർ ബ്ലാസ്റ്റ് ഫ്രീസിങ്ങിൻ്റെ ഒരു മെയിൻ ഡ്രോബാക്ക് ആണ്. കാരണം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മളിപ്പം റാപ്പ് ചെയ്യാത്ത ഫുഡ് നമ്മൾ ഈ ഫ്രീസറിലേക്ക് വെക്കുമ്പോഴത്തേക്ക് അവിടെ ആ ഫുഡിന് ഡീഹൈഡ്രേഷൻ ഉണ്ടാകുന്നു. അപ്പം ഈ എയർ അങ്ങോട്ട് എത്തുന്ന പോലെ നമ്മൾ നല്ല രീതിയിൽ പാക്ക് ചെയ്യാതെ നമ്മൾ ഫ്രീസറിലേക്ക് വെക്കുമ്പോഴത്തേക്ക് ആ ഫുഡിന് അവിടെ കളർ ചേഞ്ച് സംഭവിക്കുന്നുണ്ട്. ആ കളറിൽ നോർമലി ഒരു ഗ്രേയിഷ് ബ്രൗൺ കളറൊക്കെ ഫുഡിൽ ഉണ്ടാകുന്നുണ്ട്. പക്ഷേ അപ്പം ഈ ഫുഡിൻ്റെ ക്വാളിറ്റിക്ക് വ്യത്യാസമൊന്നും വരുന്നില്ല, കളർ ചേഞ്ച് അവിടെ ഉണ്ടാകുന്നതേ ഉള്ളൂ. അതിനെയാണ് നമ്മൾ ഫ്രീസർ ബേൺ എന്ന് പറയുന്നത്. Main drawback of air blast freezing is the dehydration of food in unwrapped condition. Freezer burn is a condition that occurs when the frozen food has been damaged by dehydration and oxidation due to air reaching the food. It is generally caused by food not being securely wrapped in airtight packaging. Freezer burn appears as grayish brown leathery spot on food and occurs when air reaches the food surface and dries the product. It doesn't make the food unsafe. It causes dry spots in food and also nutrient loss. The food remains usable and edible, but removing the freezer burn will improve the flavor. ഇപ്പം നമ്മൾ നോർമലി നമ്മുടെ വീടുകളിലൊക്കെ ആണെന്നുണ്ടെങ്കിൽ ജസ്റ്റ് നമ്മൾ ഫ്രീസറിൽ നമ്മൾ വല്ലതും വെച്ച് കഴിഞ്ഞാൽ നമ്മളിപ്പോൾ മീറ്റ് പ്രോഡക്റ്റ്സ് ഒക്കെ ആണെന്നുണ്ടെങ്കിൽ നമ്മൾ നല്ല രീതിയിൽ കവർ ചെയ്യാതെ വെക്കുകയാണെങ്കിൽ അതിൽ കളർ ചേഞ്ച് വരുന്നത് ശ്രദ്ധിച്ചിട്ടുണ്ടോ? അതാണ് നമ്മൾ ഫ്രീസർ ബേൺ എന്ന് പറയുന്നത്. അപ്പം ഇതിൻ്റെ കുഴപ്പമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ആ ഡ്രൈ സ്പോട്ട്സ് അവിടെ കാണും. അപ്പം ഈ നല്ല രീതിയിൽ പൊതിയാത്ത ഫുഡിൽ അവിടെ കളർ ചേഞ്ചസ് ഉണ്ടാകുന്നതാണ് നമ്മൾ ഫ്രീസർ ബേൺ എന്ന് പറയുന്നത്. കാരണം അവിടെ എയർ അവിടെ എത്തുന്നു. അവിടെ ഓക്സിഡേഷൻ, എയറിൻ്റെ കോണ്ടാക്ട് വരുന്നതുകൊണ്ട് അവിടെ ഡീഹൈഡ്രേഷനും ഓക്സിഡേഷനും സംഭവിക്കുന്നു. ഇനി വേസ് ടു മിനിമൈസ് ദ ഫ്രീസർ ബേൺ, എങ്ങനെയൊക്കെ ഫ്രീസർ ബേൺ നമുക്ക് കുറയ്ക്കാവുന്നുള്ളത്. ആദ്യമായിട്ട് നമ്മൾ പ്രീ ചില്ലിങ് ചെയ്യണം. ഫുഡ് നല്ല രീതിയിൽ ഒരു -4°C ഹൈ ഹ്യൂമിഡിറ്റിയിൽ ഫുഡ് പ്രീ ചില്ല് ചെയ്യുന്നു. അതിനുശേഷം നമ്മൾ ക്വിക്ക് ഫ്രീസ് ചെയ്യുക. പിന്നെ നമുക്ക് ചെയ്യാൻ പറ്റുന്നത് പാക്കേജിങ്ങിന് മുമ്പ്
ഫ്രീ ചില്ലിംഗ് സോണിൽ വെച്ച് ഫുഡ് നല്ല രീതിയിൽ വെറ്റ് ചെയ്യുന്നു. അപ്പോൾ അതിൽ ചെറിയ ഐസ് കോട്ടിങ് ഉണ്ടാകും. അതുവഴി നമുക്ക് ഈ ഫ്രീസർ ബേണിനെ അവോയ്ഡ് ചെയ്യാൻ പറ്റും. അപ്പോൾ പ്രീ ചില്ലിംഗ് ദ ഫുഡ് വിത്ത് എയർ ഓഫ് ഹൈ റിലേറ്റീവ് ഹ്യൂമിഡിറ്റി അറ്റ് എബോവ് -4°C. Because of high humidity, there is minimum moisture loss and the pre-chilled food is then moved into second colder zone where it is quickly frozen. ഇപ്പോൾ -4°C ഹൈ ഹ്യൂമിഡിറ്റിയിൽ ഫുഡ് പ്രീ ചിൽ ചെയ്യും, അതിനുശേഷം ക്വിക്ക് ഫ്രീസർ ചെയ്യും. രണ്ടാമത്തെന്ന് പറയുന്നത് പാക്കേജിങ്ങിന് മുമ്പായിട്ട് പ്രീ ചില്ലിംഗ് സോണിൽ വെച്ച് ഫുഡ് വെറ്റ് ചെയ്യുന്നു. അപ്പോൾ എന്താ ചെറിയൊരു ഐസ് കോട്ടിങ് ഈ ഫുഡിൻ്റെ മുകളിൽ ഉണ്ടാകുന്നു. ഓക്കെ, അങ്ങനെ നമുക്ക് ഫ്രീസർ ബേൺ അവോയ്ഡ് ചെയ്യാൻ പറ്റും. ഇനി ഫ്ലൂയിഡൈസ്ഡ് ബെഡ് ഫ്രീസർ എന്ന് പറയുന്നത്, they are used to freeze particulate foods such as peas, cut corn, diced carrot, strawberries, etc. Food is placed on a mesh conveyor belt and moved through a freezing zone in which cold air is directed upward through the mesh belt and food particles begin to tumble and float. അപ്പം ഇവിടെ എന്താ ചെയ്യുന്നത് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ ഫുഡ് ഒരു കൺവെയർ ബെൽറ്റിലേക്ക് വെക്കുന്നു, അതൊരു ഫ്രീസിങ് സോണിലേക്ക് പോകുന്നു. അവിടെ നിന്ന് വെച്ചാൽ ഇപ്പം ഇതൊരു മെഷ് ബെൽറ്റാന്ന് പറഞ്ഞു, ഒരു അരിപ്പ പോലത്തെ ഒരു മെഷ് ബെൽറ്റാണ്. എന്നിട്ട് ഈ മെഷ് ബെൽറ്റിൻ്റെ താഴേന്ന് നല്ല തണുത്ത എയർ മുകളിലേക്ക് വരുന്നു. അപ്പം ഈ എയർ ഇപ്പം നമ്മൾ ഫുഡ് ഒരു മെഷിൽ ഒരു അരിപ്പ പോലത്തെ ഒരു ലെയറിൽ വെച്ചേക്കുന്നു, അതിൻ്റെ താഴെ കൂടെ നല്ല രീതിയിൽ എയർ, നല്ല തണുത്ത എയർ താഴേന്ന് മുകളിലേക്ക് കടത്തി വിടുന്നു. അപ്പോൾ എന്താ ചെയ്യുന്നത്, അപ്പോൾ ഈ ഫുഡ് ഈ നല്ല പ്രഷർ, ഈ സ്പീഡിലായിരിക്കും ഈ എയർ വരുന്നത്. അപ്പോൾ ഈ ഫുഡ് എന്തോ ചെയ്യും, അതവിടെ ഇങ്ങനെ ചാടും. അതിനാണ് ടംബ്ലിംഗ് എന്ന് പറയുന്നത്. അപ്പം ഈ നല്ല പ്രഷറിൽ താഴേന്ന് കോൾഡ് എയർ വരുന്നത് പോലെ ഈ ഫുഡ് അവിടെ കിടന്ന് ഇങ്ങനെ ചാടിയാണ് പോകുന്നത്. അപ്പം ഇതുകൊണ്ട് ഇപ്പം ഇതിങ്ങനെ മൂവ് ചെയ്യുന്ന, ഇങ്ങനെ മുകളിലോട്ടും താഴോട്ടും മൂവ് ചെയ്യുന്നതുകൊണ്ട് ഈ ഫുഡിൻ്റെ എല്ലാ പാർട്സിലും നല്ല രീതിയിൽ അത് ഫ്രോസൺ ആകാനുള്ള ചാൻസ് ഉണ്ട്. This tumbling exposes all sides of the food to cold air and minimizes the resistance to heat transfer at the surface of the food. It also keeps clusters from freezing together, so the food particles are cooled in individual manner and we call it individual quick freezing. അപ്പം ഓരോ ഫുഡും ഓരോ ഫുഡ് പാർട്ടിക്കിൾസ്, അതായത് ഇപ്പോൾ നമ്മൾ പീസ് എന്ന് പറഞ്ഞു, ഇപ്പോൾ പയറൊക്കെ ആണെന്നുണ്ടെങ്കിൽ അപ്പോൾ ഓരോന്നും ഇങ്ങനെ മുകളിലേക്ക് ചാടിയിരിക്കും. അപ്പം ഓരോന്നും ഇൻഡിവിജ്വലി നമുക്ക് ഫ്രോസൺ ചെയ്യാൻ പറ്റും. അപ്പോൾ ഇത് ഒരുമിച്ചാകത്തില്ല, നമുക്ക് പിന്നീട് യൂസ് ചെയ്യാൻ എളുപ്പമാണ്. അപ്പം ഇവിടെ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒരു മെഷിലേക്ക്, ഒരു മെഷ് ബെൽറ്റിലേക്ക് നമ്മൾ ഫുഡ് വെക്കുന്നു, താഴെ കൂടെ നല്ല രീതിയിൽ എയർ, കോൾഡ് എയർ അപ്ലൈ ചെയ്യുന്നു. അപ്പോൾ ഈ കോൾഡ് എയർ ഇങ്ങനെ വരുന്ന വഴി ഈ ഫുഡ് ഇങ്ങനെ അതിൽ കിടന്ന് ഇങ്ങനെ ചാടുന്ന പോലെ ഒരു രീതിയിലാണ് മൂവ് ചെയ്യുന്നത്. അപ്പോൾ അത് നല്ല രീതിയിൽ നമുക്ക് ഫ്രോസൺ ചെയ്യാൻ പറ്റും. ഇതിനെയാണ് ഫ്ലൂയിഡൈസ്ഡ് ബെഡ് ഫ്രീസർ എന്ന് പറയുന്നത്. പിന്നെ വരുന്ന ഒരു ടൈപ്പാണ് നമ്മൾ ഇൻഡയറക്റ്റ് കോണ്ടാക്ട് ഫ്രീസിങ്. അപ്പം ഇതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇറ്റ് ഇൻക്ലൂഡ് ദോസ് മെത്തേഡ്സ് ഇൻ വിച്ച് food or food package is in contact with a surface that in turn is cooled by a refrigerant, but the food or food package doesn't come in contact with the refrigerant directly. അപ്പോൾ ഇൻഡയറക്റ്റ്ലി ഫുഡ് നേരിട്ട് ചൂടാകുന്നില്ല, പകരം ഒരു റെഫ്രിജറൻറ്റിൻ്റെ ഹെൽപ്പോട് കൂടി ഒരു സർഫസ് നമ്മൾ തണുപ്പിക്കും. ആ സർഫസിലേക്ക് ഫുഡോ അല്ലെങ്കിൽ ഫുഡ് പാക്കേജോ വെക്കുന്നു. ഇതാണ് ഇൻഡയറക്റ്റ് കോണ്ടാക്ട് ഫ്രീസിംഗ് എന്ന് പറയുന്നത്. ഓക്കെ, അടുത്തത് ഇമേർഷൻ ഫ്രീസിങ്. ഇമേർഷൻ എന്ന് കേൾക്കുമ്പോൾ നമുക്കറിയാം മുക്കുക എന്നുള്ളത്. ഇമേഴ്സിങ് ഫുഡ് ഡയറക്ട്ലി ഇൻ എ റെഫ്രിജറൻറ്റ് അതർ ദാൻ കോൾഡ് എയർ ഈസ് കോൾഡ് ഇമേർഷൻ ഫ്രീസിങ്. ഇപ്പോൾ കോൾഡ് എയർ ഒഴിച്ച് വേറെ എന്തിലോട്ടെങ്കിലും ഇമേഴ്സ് ചെയ്യുന്നതാണ് നമ്മൾ ഇമേർഷൻ ഫ്രീസിംഗ് എന്ന് പറയുന്നത്. ഇതാണ് ഫാസ്റ്റസ്റ്റ് ഫ്രീസിംഗ് മെത്തേഡ് എന്ന് പറയുന്നത്. ഓക്കെ, ഇതിൻ്റെ അഡ്വാൻറ്റേജസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആസ് ദെയർ ഈസ് ഇൻറ്റിമേറ്റ് കോണ്ടാക്ട് ബിറ്റ്വീൻ ഫുഡ് ഓർ പാക്കേജ് ആൻഡ് ദ റെഫ്രിജറൻറ്റ്, ദെയർഫോർ ദ റെസിസ്റ്റൻസ് ടു ഹീറ്റ് ട്രാൻസ്ഫർ ഈസ് മിനിമൈസ്. അപ്പോൾ ഹീറ്റ് ട്രാൻസ്ഫറിനുള്ള റെസിസ്റ്റൻസ് അവിടെ കുറവായിരിക്കും. അപ്പം ഇത് കൂടുതലും നമുക്ക് ഉപയോഗിക്കുന്നത് ഇറ്റ് ഹെൽപ്സ് ഇറഗുലർലി ഷേപ്പ് ഫുഡ് പീസസ് ടു ബി ഫ്രോസൺ വെരി റാപ്പിഡ്ലി സച്ച് എസ് ലൂസ് ഷ്രിംപ്, മഷ്റൂംസ് ഒക്കെ. അപ്പം ലൂസ് ഷ്രിംപ് എന്ന് പറഞ്ഞാൽ കൊഞ്ചാണ്, മഷ്റൂം ഒക്കെ ഫ്രോസൺ ചെയ്യാനായിട്ടാണ് നമ്മൾ ഇമേർഷൻ ഫ്രീസിങ് ഉപയോഗിക്കുന്നത്. പിന്നെ ഓൾദോ ലൂസ് ഫുഡ് പീസസ് ക്യാൻ ബി ഫ്രോസൺ ഇൻഡിവിജ്വലി ബൈ ഇമേർഷൻ ഫ്രീസിങ് ആൻഡ് എയർ ഫ്രീസിങ്, ഇമേർഷൻ ഫ്രീസിങ് മിനിമൈസസ് ദെയർ കോണ്ടാക്ട് വിത്ത് എയർ. അപ്പം ഇവിടെ എയറിൻ്റെ കോണ്ടാക്ട് വരുന്നില്ല.
ഓക്കെ, അപ്പം നമ്മൾ ഈ ചില ഫുഡുകൾ വളരെ സെൻസിറ്റീവ് ആയിരിക്കും, പെട്ടെന്ന് തന്നെ ഓക്സിഡേഷൻ ഉണ്ടാകുന്നതായിരിക്കും. അപ്പം ഈ എയറുമായിട്ട് കോണ്ടാക്റ്റ് ഇല്ലാത്തത് മൂലം അവിടെ ഓക്സിഡേഷൻസ് സംഭവിക്കുന്നില്ല. Although loose food pieces can be frozen individually by immersion freezing and air freezing, immersion freezing minimizes the air contact with air during freezing, which can be desirable for food sensitive to oxidation. Okay. ഇനി 2 ടൈപ്പ് എന്തിലൊക്കെ റെഫ്രിജറൻറ്റ് പറയുന്നുണ്ട്. അപ്പോൾ ഏതൊക്കെയാണ്, ഇപ്പം എന്തിലൊക്കെയാണ് നമ്മൾ ഫുഡ് ഇമേഴ്സ് ചെയ്യുന്നത്? ഒന്നെന്ന് പറയുന്നത് ലോ ഫ്രീസിങ് പോയിന്റ് ലിക്വിഡും മറ്റേത് ക്രയോജനിക് ലിക്വിഡിലുമാണ് നമ്മൾ ഈ ഫുഡ് ഇമേഴ്സ് ചെയ്യുന്നത്. അപ്പോൾ ലോ ഫ്രീസിങ് പോയിന്റ് ലിക്വിഡ് ഏതൊക്കെയാണെന്ന് നോക്കാം. ദേ ആർ ചിൽഡ് ബൈ ഇൻഡയറക്റ്റ് കോണ്ടാക്ട് വിത്ത് അനദർ റെഫ്രിജറൻറ്റ്. അപ്പോൾ ഈ ലോ ഫ്രീസിങ് പോയിന്റ് ലിക്വിഡ്സ് അത് വേറെ റെഫ്രിജറൻറ്റിൻ്റെ സഹായത്തോടു കൂടിയിട്ടാണ് അത് തണുപ്പിക്കുന്നത്. അതിൽ വരുന്നതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഷുഗർ സൊല്യൂഷന് അല്ലെങ്കിൽ സോഡിയം ക്ലോറൈഡ്, ഗ്ലിസറോൾസ് ഒക്കെ ആയിരുന്നു ഇവിടെ യൂസ് ചെയ്യുന്നത്. പിന്നീട് വരുന്നതാണ് ക്രയോജനിക് ലിക്വിഡ്. ക്രയോജനിക് ലിക്വിഡാണ് നമ്മൾ കൂടുതൽ ഇമേർഷൻ ഫ്രീസിംഗിൽ ഉപയോഗിക്കുന്നത്. സച്ച് ആസ് കംപ്രസ്ഡ് ലിക്വിഫൈഡ് നൈട്രജൻ. Cryogenic liquids are liquefied gases of extremely low boiling point such as liquid nitrogen and liquid carbon dioxide with boiling points of -196 degrees Celsius and -197 degrees Celsius respectively. The most commonly used cryogenic liquid is liquid nitrogen. അപ്പം ക്രയോജനിക് ലിക്വിഡിൽ നമ്മൾ ഡിപ്പ് ചെയ്യുന്നു. ഇപ്പോൾ ക്രയോജനിക് ലിക്വിഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ലിക്വിഫൈഡ് ഗ്യാസ് ആണ്. അതിനുള്ളതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ വളരെ ലോ ബോയിലിംഗ് പോയിന്റുള്ള ലിക്വിഫൈഡ് ഗ്യാസുകളാണ്. നമ്മൾ സാധാരണ രീതിയിൽ ഉപയോഗിക്കുന്നത് ലിക്വിഡ് നൈട്രജനും ലിക്വിഡ് കാർബൺ ഡൈ ഓക്സൈഡുമാണ്. ലിക്വിഡ് നൈട്രജൻ്റെ ബോയിലിംഗ് പോയിന്റ് എന്ന് പറയുന്നത് -196ഉം കാർബൺ ഡൈ ഓക്സൈഡിൻ്റെ ആണെങ്കിൽ -197ഉമാണ്. പിന്നെ ഈ ഫ്രീസിങ് ചെയ്ത് കഴിഞ്ഞിട്ട് ഫുഡ് പാക്ക് ചെയ്യണമല്ലോ, അതെന്തൊക്കെ വെച്ചിട്ടാണ് ചെയ്യുന്നതെന്ന്. പാക്കേജിങ് മെറ്റീരിയൽസ് സച്ച് ആസ് ക്യാൻസ്, ഫോയിൽസ്, വാക്സ്ഡ് പേപ്പേഴ്സ്, പ്ലാസ്റ്റിക് കോട്ടഡ് paper board, plastic films are all satisfactory for frozen food. Generally, glass is not used due to breakage from expansion and from thermal shock. അപ്പോൾ നോർമലി നമുക്ക് ക്യാൻസ്, ഫോയിൽസ്, വാക്സ്ഡ് പേപ്പേഴ്സ് എല്ലാം ഉപയോഗിക്കുന്നു. എന്നാൽ ഗ്ലാസ് പാത്രങ്ങൾ നമ്മൾ യൂസ് ചെയ്യത്തില്ല, കാരണം അത് ബ്രേക്ക് ചെയ്യാനുള്ള ചാൻസസ് ഉള്ളതുകൊണ്ട് ഗ്ലാസ് പാത്രങ്ങൾ ഉപയോഗിക്കുന്നതിന് അവോയ്ഡ് ചെയ്യുന്നു. ഇനി നമുക്ക് കുറച്ച് ക്വസ്റ്റ്യൻസ് നോക്കാം. Which of the following statement is or are correct? Slow freezing causes the formation of bigger ice crystals. Quick freezing is carried out at -17.82 to -46.6 degrees Celsius in 30 minutes. Quick freezing prevents the nutrient loss during freezing operations. All the above. Answer all the above ആണ്. Freeze crack is seen when food are frozen by air freezing, contact freezing, immersion freezing, cryogenic freezing. ഇതിൻ്റെ ആൻസർ ക്രയോജനിക് ഫ്രീസിംഗ് ആണ്. ഫിഷ്, മീറ്റ്, പൗൾട്രി ആൻഡ് എഗ്സ് ആർ ഫ്രോസൺ ബൈ ഡാഷ് മെത്തേഡ്. ഷാർപ്പ് ഫ്രീസിംഗ്, ക്വിക്ക് ഓർ റാപ്പിഡ് ഫ്രീസിംഗ്, ബ്ലാസ്റ്റ് ഫ്രീസിംഗ്, നൺ ഓഫ് ദി എബോവ്. ആൻസർ ഷാർപ്പ് ഫ്രീസിംഗ് ആണ്. ഓക്കെ, ഇത്രയായിരുന്നു നമുക്ക് ഫ്രീസിങ്ങിൽ നോക്കാനുണ്ടായിരുന്നത്. അപ്പം നിങ്ങൾ ക്ലാസ് കാണുക, എന്നിട്ട് കുറച്ചുകൂടി ഡീറ്റെയിൽസ് നിങ്ങൾ കളക്ട് ചെയ്യാൻ നോക്കുക. മാക്സിമം ക്വസ്റ്റ്യൻസ് വർക്കൗട്ട് ചെയ്യുക. നിങ്ങൾക്ക് എൻ്റെ ക്ലാസ് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഇത് സബ്സ്ക്രൈബ് ചെയ്യുക. ഓക്കെ, അടുത്ത ദിവസം വേറെ ഒരു ക്ലാസ്സുമായിട്ട് കാണാം. താങ്ക് യു.